കൊടുങ്കാട്ടിൽ മറ്റാരും തന്നെ ഇല്ലാത്ത സമയം നോക്കി സ്വന്തം അച്ഛൻ്റെ പ്രായമുള്ള ഒരു ഓട്ടോക്കാരനൊപ്പം 15 വയസ്സുകാരി പെൺകുട്ടി എങ്ങോട്ടേക്കോ പോയി. പിന്നീട് നാട്ടുകാരും വീട്ടുകാരും പോലീസുകാരും തിരഞ്ഞപ്പോൾ, രാജ്യത്തൊട്ടാകെ തിരച്ചിൽ നടത്തിയപ്പോൾ കണ്ടെടുത്തതാകട്ടെ അവരെ കണ്ടാലറയ്ക്കുന്ന നിലയിൽ, അതായത് ചീഞ്ഞു നാറി ഏറ്റവും ഒടുവിൽ മമ്മിഫൈഡായ ഒരവസ്ഥയിലാണ് പോലീസ് സംഘത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത്. സാധാരണഗതിയിൽ ഏറ്റവും അധികം പറയപ്പെടുന്ന ഒരു വിഷയം, ഏറ്റവും ചീഞ്ഞ നാറ്റവും ദുർഗന്ധവും വമിക്കുന്നത് മനുഷ്യൻ്റെ ശവശരീരത്തിൽ നിന്നാണ്. ഈ മരക്കൂട്ടത്തിനിടയിൽ വന്ന് ഇരുവരും ആത്മഹത്യ ചെയ്തിട്ട് പോലും എന്തുകൊണ്ട് തിരിച്ചറിയാനായി സാധിച്ചിട്ടില്ല? എന്തുകൊണ്ട് തൊട്ടടുത്തുള്ള വീടുകളിലൊന്നും ഇതിൻ്റെ ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നില്ല? ഇതൊക്കെ ഏറെ ദുരൂഹതകൾ നിലനിർത്തുന്ന വിഷയം തന്നെയാണ്. എന്തായിരുന്നാലും സംഭവത്തിൽ കാസർഗോഡ് ഈ കാണാതായ 15-കാരിയെ ആഴ്ചകൾക്ക് ശേഷം മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ പോലീസിനെതിരെയാണ് ഹൈക്കോടതി വടിയെടുത്തിരിക്കുന്നത്. അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കോടതിയാകട്ടെ വിശദീകരണവും പോലീസിനോട് തേടിയിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിശദീകരണം നൽകിയിരിക്കണം. പെൺകുട്ടിയുടെ മാതാവ് കൊടുത്ത ഹേബിയസ് കോർപ്പസ് ഹർജി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുമ്പോഴാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പെൺകുട്ടിയെയും അയൽവാസിയെയും മരിച്ച നിലയിൽ ഇന്നലെയായിരുന്നു പോലീസും നാട്ടുകാരും കണ്ടെത്തിയത്. കാണാതായി ഏതാനും ആഴ്ചകൾ കഴിഞ്ഞിട്ട് പോലും പോലീസ് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? നിഷ്ക്രിയമായിരുന്നോ എന്നുള്ള ചോദ്യമാണ് കോടതി ഉന്നയിച്ചത്. നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? ഒരു VVIPയുടെ മകളെയാണ് കാണാതായിരുന്നെങ്കിൽ പോലീസ് ഇങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. നിയമത്തിന് മുന്നിൽ VVIPയും സാധാരണക്കാരും തുല്യരാണെന്നും കോടതി എടുത്തു പറഞ്ഞു. കേസ് ഡയറിയുമായി നാളെ കോടതിയിലെത്തണമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഹൈക്കോടതി പറയുന്നത്. പരാതി നൽകിയിട്ടും പെൺകുട്ടിയെ കണ്ടെത്താനുള്ള അന്വേഷണം വൈകി എന്നുള്ള ആരോപണം ഇതിനോടിടയിൽ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഉയർത്തിയിരുന്നു. നാട്ടുകാരും ചില ആക്ഷേപം പറയുന്നുണ്ട്. പൈവളികയിലാണ് 15-കാരിയെയും അയൽവാസിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിലൂടെ തൂങ്ങി മരിച്ചതാണെന്നുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൃത്യമായി കിട്ടിയതിന് ശേഷമേ മരണകാരണത്തെ പറ്റിയുള്ള വ്യക്തത കിട്ടുമെന്നാണ് കുമ്പള സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിട്ടുള്ള ഈ അനൂപ് കുമാറും പറയുന്നത്. കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇരുവരും തമ്മിൽ ദീർഘനാളായി അടുപ്പമുണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ കൊച്ചുകുട്ടിയുമായി 42-കാരൻ ഫോണിലൂടെ ബന്ധം സ്ഥാപിച്ചിരുന്നു. ഇരുവരും തമ്മിൽ സൗഹൃദം അത് വളർന്ന് പോകാൻ പാടില്ലാത്ത തരങ്ങളിലേക്ക് പോയിരുന്നുവെന്നുള്ള ആക്ഷേപവും ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്. പരസ്പരം ഫോൺ വിളിച്ച് ഇരുവരുടെയും ചിത്രങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്തിരുന്നു. ഇവരുടെ ഫോണുകൾ പരിശോധിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പോലീസ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നു? അതിന് ആരാണ് മുൻകൈ എടുത്തത്? എന്തുകൊണ്ടാണ് ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ഇയാൾ ചെയ്യിപ്പിച്ചത്? അതോ മറ്റെന്തെങ്കിലും അസ്വാഭാവികമായ സംഭവങ്ങളുണ്ടോ? ഇരുവരെയും മറ്റാരെങ്കിലും കൊലപ്പെടുത്തിയതാണോ എന്നതടക്കമുള്ള അഭ്യൂഹങ്ങൾ, ചോദ്യം നാട്ടുകാരടക്കം ഉയർത്തുന്നുണ്ട്. 1 വർഷം മുൻപ് ഇവരുടെ ബന്ധത്തെപ്പറ്റി ഒരു പരാതി ചൈൽഡ് ലൈനിൽ എത്തിയിരുന്നു. അന്ന് സഹോദര സ്നേഹമാണെന്ന് പറഞ്ഞായിരുന്നു കേസ് ഒത്തുതീർപ്പാക്കി വിട്ടത്. വീട്ടുകാരടക്കം ഈ വാദത്തെ പിന്തുണച്ചിരുന്നു. 2 പേരും ഒരേ നാട്ടുകാരാണ്. കുടുംബമായി വീട്ടുകാർ തമ്മിൽ നല്ല രീതിയിൽ അടുപ്പവും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് വലിയൊരു പ്രശ്നമാക്കി മുന്നോട്ട് കൊണ്ടുപോയിരുന്നില്ല. പെൺകുട്ടിയുടെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു വ്യക്തി കൂടിയായിരുന്നു ഇയാൾ. പെൺകുട്ടിക്ക് അച്ഛനും അമ്മയും അനിയത്തിയുമാണ് ഇതുകൂടാതെ ഉള്ളത്. പെൺകുട്ടിയുടെ കൂടെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആൾ ഇതുവരെയും വിവാഹം ചെയ്തിട്ടുമില്ല. അവിവാഹിതനാണ്. ഇയാൾക്ക് പെൺകുട്ടിയോട് ഇഷ്ടമായിരുന്നോ എന്നതടക്കം കാര്യങ്ങളിപ്പോൾ പരിശോധിക്കുകയാണ്. അന്നങ്ങനെ ഒരു വിഷയമുണ്ടായിരുന്നു. അത് പരിഹരിച്ചിരുന്നു. അതിനുശേഷവും ഇയാളുടെ വാഹനത്തിൽ പെൺകുട്ടി ക്ഷേത്രങ്ങളിലേക്കും മറ്റുമൊക്കെ പോയിരുന്നതായി പ്രദേശവാസികളും മറ്റും മൊഴി നൽകിയിട്ടുമുണ്ട്. ആദ്യം ഇയാൾക്കൊരു ഓട്ടോറിക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കാർ ഡ്രൈവറായി ജോലിക്ക് പോകുന്നുണ്ട് എന്നാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പറയുന്നത്. അന്വേഷണത്തെ സംബന്ധിച്ച് പലവിധ ആരോപണങ്ങൾ ഉണ്ടാകുന്നെങ്കിലും അതിലൊന്നും തന്നെ വീഴ്ച സംഭവിച്ചില്ല എന്നാണ് തറപ്പിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഫെബ്രുവരി 12-ാം തീയതിയാണ് കാണാനില്ല എന്ന പരാതി കിട്ടിയത്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ 1 മാസം തികയുന്നു. 30 ദിവസം പിന്നിടാനായി പോകുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു നിർണായക കണ്ടെത്തൽ 26 ദിവസത്തിനിപ്പുറം പോലീസിന് കഴിഞ്ഞിരിക്കുന്നത്. കിട്ടിയ കേസ്, പരാതി കിട്ടിയ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. അന്ന് തന്നെ പ്രദേശത്ത് മുഴുവൻ തെരച്ചിൽ നടത്തിയിരുന്നു. വീടിൻ്റെ അടുത്തുള്ള കുന്നിനടുത്ത് വരെ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ തൊട്ടടുത്ത് ഇവർ ഇങ്ങനെ ഒരു കാര്യത്തിന് പോകുമായിരുന്നു എന്നുള്ള സംശയം പോലീസിൻ്റെ മനസ്സിലുണ്ടായില്ലേ എന്നാണ് ഏവരും ചോദിക്കുന്നത്. അവിടെ നിന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.
രണ്ടാളും ഫോൺ ഉപേക്ഷിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാളുടെയും ഫോൺ ആ ടവർ പരിധി വിട്ട് പുറത്ത് പോയിട്ടില്ല എന്ന് അന്ന് വ്യക്തമായിരുന്നു. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥരും ബന്ധുക്കളുമൊക്കെ കരുതിയത് ഫോൺ ഇവിടെ ഉപേക്ഷിച്ച് കർണാടകയിലും മറ്റുമുള്ള ബന്ധുക്കളുടെ അടുത്ത് പോയിട്ടുണ്ടാകുമെന്നാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞതായി പോലീസ് പറയുന്നത്. അതനുസരിച്ച് മടിക്കേരിയിലും കർണാടകയിലുമൊക്കെ അന്വേഷിച്ചു. ഡോഗ് സ്ക്വാഡും ഡ്രോണും അടക്കം ഉപയോഗിച്ച് പരിശോധന കാട്ടിലും പുഴയിലുമൊക്കെ നടത്തി. എന്നാൽ തൊട്ടടുത്തുള്ള അക്വേഷ്യ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളാൽ നിബിഡമായിട്ടുള്ള മേഖലയിലൊന്നും പരിശോധന നടത്താൻ പോലീസ് എന്തുകൊണ്ട് തയ്യാറായില്ല എന്നാണ് ചോദ്യം ഉയരുന്നത്. മൊബൈൽ ടവർ ലൊക്കേഷൻ കിട്ടിയ ഭാഗത്ത് പരിശോധന നടത്തിയെന്ന് പോലീസ് പറയുന്നു. പക്ഷേ ആ ലൊക്കേഷൻ കിട്ടി കേവലം 200 മീറ്ററിന് അടുത്താണ്, വീടിനോട് ചേർന്ന് 200 മീറ്ററിന് അകലെയാണ് ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവർ കാട്ടിലേക്കോ മറ്റും പോയിട്ടുണ്ടാകുമെന്നാണ് ആദ്യം കരുതിയത്. അവിടങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തി. ആ ഭാഗത്തൊരു കോഴി ഫാമുണ്ട്. അവിടെ നിന്നുള്ള ദുർഗന്ധം കാരണം മൃതദേഹം അഴുകിയത് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാണ് പോലീസിന്റെ ഭാഷ്യം.